ബാർ സമയം കൂട്ടലിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച് CITU. ബാർ സമയം നീട്ടിയത് കൃത്യമായ പഠനം നടത്താതെയെന്ന് ആക്ഷേപം. ഓൾ കേരള ബാർ ഹോട്ടൽ തൊഴിലാളി അസോസിയേഷൻ CITU ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചു. പൊതുതാൽപര്യ ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ നോട്ടീസ്. രേഷ്മ ചേരുകയാണ് വിവരങ്ങളുമായി. രേഷ്മ, ഇത്തരത്തിൽ ഈ ബാർ സമയം നീട്ടിയത് ആരുടെ താൽപര്യപ്രകാരമാണ് എന്ന വലിയ ചോദ്യം ഉയരുകയാണ്. സർക്കാരിന്റെ തൊഴിലാളി സംഘടനയായ CPMന്റെ തൊഴിലാളി സംഘടനയായ CITU തന്നെ ഇതിനെതിരെ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ ഹർജിയിൽ CITU എന്തെല്ലാം ആശങ്കകളാണ് മുന്നോട്ട് വെക്കുന്നത്? നീലിമ, ബാർ സമയം, അതായത് സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചതിനെതിരെ ഇടത് തൊഴിലാളി സംഘടന തന്നെയാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഭരണപക്ഷ തൊഴിലാളി സംഘടനയായിട്ടുള്ള ഓൾ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ CIT വിഭാഗമാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. പ്രധാനമായിട്ടും ഇവർ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠനം നടത്താതെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല, തൊഴിലാളികളോട് കൂടിയാലോചന നടത്തിയിട്ടില്ല. ഈ ബാർ സമയം കൂട്ടിയതിലൂടെ ഒരു ദിവസം ഏകദേശം 14 മണിക്കൂറിലധികം തൊഴിലാളികൾ പണിയെടുക്കേണ്ടി വരും. അതുമാത്രവുമല്ല, പൊതുജനാരോഗ്യം ഒന്നും തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ മുഖവിലക്കെടുത്തില്ല. അതുകൂടാതെ ഈ സാധാരണ രീതിയിൽ തൊഴിലാളികളോട് അന്വേഷിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടിയ ശേഷമാണ് എന്തെങ്കിലും പരിഷ്കരണമൊക്കെ തന്നെ നടത്താറുള്ളത്. പക്ഷേ അത് ഇക്കാര്യത്തിൽ നടന്നതുമില്ല. ചിലരുടെയൊക്കെ തന്നെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉദാരമായിട്ടുള്ള ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. വരുമാനം മാത്രമാണ് സർക്കാർ ലക്ഷ്യമിട്ടത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള, അതീവ ഗുരുതര സ്വഭാവമുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ ഇടതു തൊഴിലാളി സംഘടന നൽകിയിട്ടുള്ള ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഫെബ്രുവരി 13-ാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവ് അത് റദ്ദാക്കണമെന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള ആവശ്യം. ഇടക്കാല ആവശ്യമായിട്ട് അത് സ്റ്റേ ചെയ്യണമെന്നും ഉന്നയിച്ചിരുന്നു. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിലവിൽ മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണം. ഈ ബാർ സമയം കൂട്ടിയ സംഭവത്തിൽ നേരത്തെ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. കാരണം പൊടുന്നനെയാണ്, ഏറ്റവും അതിവേഗത്തിലാണ് ഈ ബാറുകളുടെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കിയത്. അന്ന് ഈ ബാറുടമകളുമായിട്ട് സർക്കാർ ചില നീക്കുപോക്കുകൾ നടത്തിയിരുന്നെന്നുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടതാണ്. അതിനിടയിൽ തന്നെയാണ് ഭരണപക്ഷ അല്ലെങ്കിൽ ഭരണാനുകൂല തൊഴിലാളി സംഘടന കൂടി ഹൈക്കോടതിയിൽ എതിർപ്പ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഹർജി എത്തിയതോടുകൂടി വിഷയം കൂടുതൽ കലുഷിതമാകും. കാരണം സർക്കാർ നടപടി എതിർത്തിരിക്കുന്നത് ഇടത് തൊഴിലാളി സംഘടന തന്നെയാണ്. അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ ഏത് നിലപാടെടുക്കും അല്ലെങ്കിൽ എന്ത് മറുപടി നൽകും എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത്. അടുത്ത ആഴ്ചയാണ് ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത്. നീലിമ. ഓക്കെ രേഷ്മ, സർക്കാരിന്റെ ഈ മദ്യനയം CITUവിനെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. CITU അങ്ങനെ പൊതുതാൽപര്യ ഹർജി നൽകിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദവിവരങ്ങൾ രേഷ്മയാണ് പങ്കുവച്ചത്.